ഇൻഷുറൻസ് എന്നാൽ എക്സ്പെൻസ് ആണോ അതോ ഇൻവെസ്റ്റ്മെന്റ് ആണോ? പല ആളുകളും ഇൻഷുറൻസ് എടുക്കാൻ മടിക്കുന്നത് തന്നെ അതൊരു എക്സ്പെൻസ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരു ഇൻഷുറൻസ് എടുക്കാതെ പിന്നീട് എന്തെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റിയോ ഒരു അപകടമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടമോ ഒക്കെ വരുമ്പോഴാണ്, തിരിച്ചു പിടിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടമൊക്കെ വരുമ്പോഴാണ് അവർ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഇൻഷുറൻസ് എടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളെയും നിങ്ങളുടെ സേവിങ്സിനെയും. പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇത് ഒരു എക്സ്പെൻസ് ആണ് എന്നാണ്. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം എൻ്റെ ക്ലയന്റിൽ പലരും തന്നെ ഇന്ന് 8% റിട്ടേൺ, അതും ടാക്സ് ബെനിഫിറ്റോട് കൂടിയുള്ള റിട്ടേണും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേണും നേടുന്നു, ഫുൾ പ്രൊട്ടക്ഷൻ നേടുന്നു, ബോണസ് നേടുന്നു, അങ്ങനെ പല ബെനിഫിറ്റും അവർ നേടുന്നുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്പെൻസ് അല്ല, മറിച്ച് ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതെല്ലാം നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെയും ഇൻഷുറൻസ് എടുക്കാതെ മാറ്റി വെച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ സേഫ് ആക്കാൻ നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വെബിനാറിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നോക്കാം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എങ്ങനെ നിങ്ങൾക്ക് ഇൻഷുറൻസിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഭദ്രമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട. സീറ്റ് വളരെ പരിമിതമാണ്. ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക.